മിഷൻ ഇമ്പോസിബിൾ ഫ്രാഞ്ചൈസിലെ ലാസ്റ്റ് മൂവിയായ ഫൈനൽ റിക്കണിംഗ് അങ്ങനെ റിലീസായി. ആൻഡ് പേഴ്സണലി അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് പടം ഓഫർ ചെയ്തത്. പ്രത്യേകിച്ച് തിയേറ്റർ ആൻഡ് മൂവി എക്സ്പീരിയൻസ് രണ്ടും നോക്കിയാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എന്നെ സാറ്റിസ്ഫൈ ചെയ്ത ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എനിക്ക് ലാസ്റ്റ് ഇറങ്ങിയ ഡെഡ് റെക്കണിങ്ങിനേക്കാൾ ഒരുപാട് രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു പടം തന്നെയാണ് ഫൈനൽ റെക്കണിങ്. കാരണം ആ സ്ക്രിപ്റ്റ് വൈസ് ആയാലും ശരി, എക്സിക്യൂഷൻ ആയാലും ശരി, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മളെ പിടിച്ചെത്തുന്ന പല സീക്വൻസുകളും ഈ സിനിമയിലുണ്ട്. കൂടുതലും ഒരു പൊളിറ്റിക്കലി ആൻഡ് എന്താ പറയുക, നരേറ്റീവിനോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഈ സിനിമയിൽ കാര്യങ്ങളൊക്കെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. പ്രീവിയസ് മൂവീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആക്ഷൻ സീക്വൻസുകളും അല്ലെങ്കിൽ ത്രില്ലിംഗ് ആയിട്ടുള്ള പല ഫൈറ്റ് സീക്വൻസുകളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഇതിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ ഒരു കറണ്ട് സെനാറിയോനോട് യോജിച്ച രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ ഇതിൽ സെലക്ട് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇതിന്റെ ഡയറക്ടർ റീസെന്റ് ആയിട്ടുള്ള ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിരുന്നു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് എത്രത്തോളം ഒരു ഡേഞ്ചറസ് സൈഡ് ഉണ്ട് എന്നുള്ളത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനാണ് ഈ ഒരു ഫ്രാഞ്ചൈസിലെ ലാസ്റ്റ് മൂവിയിൽ ശ്രമിച്ചിട്ടുള്ളത്. ആൻഡ് അവരുടെ ആ ഒരു എഫേർട്ട് നല്ല രീതിയിൽ തന്നെ ഒരു ഔട്ട്പുട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കറണ്ട് സെനാറിയോസ് നമ്മൾ കാണുമ്പോൾ ന്യൂക്ലിയർ വാൾസ്, അതുപോലെ തന്നെ പല രാജ്യങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ഈ മൂവി കാണുമ്പോൾ ഇതിന്റെ ഒരു വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സൈഡിനെ എടുത്തു കാണിക്കുന്ന രീതിയിലുള്ള പല സംഭവങ്ങളും ഈ സിനിമയിലുണ്ട്. അതും നമുക്കിങ്ങനെ പതുക്കെ 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 പറഞ്ഞ് ആ നരേറ്റീവിനെ കൂടുതലും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് സിനിമ പോകുന്നത്. അത്യാവശ്യം ത്രില്ലിംഗ് സീക്വൻസുകളൊക്കെ ഉണ്ടെങ്കിലും പ്രീവിയസ് മൂവീസിൽ വെച്ച് നോക്കുമ്പോൾ അത്രത്തോളം ഫുൾ ഓൺ ത്രില്ലിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെ എഡ്ജ് ഓഫ് ദ സീറ്റിൽ ഇരുത്തുന്ന രീതിയിലുള്ള അത്ര സീക്വൻസുകൾ ഇതിലുണ്ടായിരുന്നില്ല. പക്ഷെ ഉള്ളതെല്ലാം നല്ല രീതിയിൽ തന്നെ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. ആൻഡ് നൺ അതർ ദാൻ ടോം ക്രൂസ്, അദ്ദേഹത്തിന്റെ ആ ഒരു പെർഫോമൻസ് തന്നെയാണ്. കാരണം എല്ലാ മൂവീസിലും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള മിഷൻ ആയിരിക്കും ക്യാരി ചെയ്യാനുണ്ടാവും. ആൻഡ് അദ്ദേഹത്തിന്റെ ആ ഒരു ഹോൾ ടീം ഉണ്ടാവും. ആൻഡ് ഇതിൽ തന്നെ പലർക്കും നല്ലൊരു ഫെയർവെൽ ഒക്കെ കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് സിനിമ അവസാനിപ്പിച്ചിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ ഫെർദർ ആയിട്ടുള്ള ഇൻസ്റ്റാൾമെന്റ്സ് ഇനി ഉണ്ടാവും എന്നുള്ള രീതിയിലുള്ള ഹിന്റ് ഇതിന്റെ ഡയറക്ടർ ഒരു ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിരുന്നു. എൻ്റെ അത്രത്തോളം കൺഫേംഡ് ആണെന്ന് അറിയില്ല. എന്തായാലും ഇനിയും പടങ്ങൾ വരട്ടെ. ഈ സിനിമയുടെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു നരേറ്റീവ് ആയാലും ശരി, ഇന്ത്യ ഒരു മൊത്തത്തിലുള്ള മേക്കിംഗ് സ്റ്റൈൽ ആയാലും ശരി, എന്താണോ പ്രീവിയസ് മൂവീസിൽ അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ് ഇതിലും അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. ആൻഡ് എനിക്ക് അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഇറങ്ങിയ ഡെഡ് റെക്കണിങ്ങിനേക്കാളും അത്യാവശ്യം നല്ല രീതിയിൽ, അല്ലെങ്കിൽ ഒരു ബെറ്റർ ട്രീറ്റ്മെന്റ് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് അവർ കൊടുത്തിട്ടുള്ളത്. ശരിക്കും ഈ രണ്ട് സിനിമകളും ഒരുമിച്ചിട്ട്, അതല്ലെങ്കിൽ രണ്ട് സിനിമകൾ ഒരുമിച്ചാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഇത് സെപ്പറേറ്റ് ആയിട്ട് റിലീസ് ചെയ്യാൻ അവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ രണ്ട് പടങ്ങളുടെയും ആ ഒരു കമ്പൈൻഡ് ഡ്യൂറേഷൻ കണ്ടപ്പോൾ രണ്ട് ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യായിരുന്നു ചെയ്തത്. എന്തായാലും പടത്തിന്റെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫെയർവെൽ എന്നുള്ള രീതിയിലല്ല അവസാനിപ്പിച്ചത് എന്നുള്ള ഒരു ഹിന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ എന്തായാലും ഫ്യൂച്ചറിലും ഇതിന്റെ ഫർദർ ആയിട്ടുള്ള മൂവി ഇൻസ്റ്റാൾമെന്റ്സ് പ്രതീക്ഷിക്കാം. ആൻഡ് എന്തായാലും ടോം ക്രൂസിന്റെ ഒരു ഈതൻ ഹണ്ട് എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മുടെ ചൈൽഡ്ഹുഡ് തൊട്ട് നല്ല രീതിയിലുള്ള ഒരു ഫാൻ ബേസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ എത്ര പടങ്ങൾ ഇങ്ങനെ ഇറങ്ങിയാലും ശരി, ആ ഒരു ഫാൻ ബേസ് ഒരിക്കലും പോവില്ല. കൂടുതൽ ആ മിഷൻസ് കാണാൻ വേണ്ടി നമ്മൾ വളരെയധികം എക്സ്പെക്ടേഷനോട് കൂടിയിട്ടിരിക്കും. ഞാൻ എന്തായാലും അടുത്ത ഒരു പാർട്ട് ഇറങ്ങുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഈ സിനിമയിൽ എനിക്ക് തോന്നിയ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റൺ ടൈമുള്ള, അല്ലെങ്കിൽ ലോങ്സ്റ്റ് റൺ ടൈമുള്ള ഈ ഒരു ഫ്രാഞ്ചൈസിലത്തെ മൂവിയാണ് ഫൈനൽ റിക്കണിങ്. ആൻഡ് ഓൾമോസ്റ്റ് 2 hours 49 minutes ആണ് ഈ സിനിമയുടെ ഡ്യൂറേഷൻ. പലയിടങ്ങളിലും സിനിമയ്ക്ക് ഒരു ചെറിയ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ പതുക്കെ ആ ഒരു നരേറ്റീവിലെ പല കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ, സ്റ്റോറിയുടെ ക്രൂഷ്യൽ പോയിന്റ്സിലേക്ക് എത്തുമ്പോൾ ആ ഒരു ലാഗ് ഒരിക്കലും അവിടെ ഇല്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു പടത്തിന്റെ ഒരു നരേഷനിൽ ഉണ്ടാവുന്ന ഒരു ഇടയ്ക്കുള്ള ഒരു ലാഗ് മാത്രമാണ് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത്. ആൻഡ് അതർവൈസ് ഒരു നല്ല തിയേറ്റർ സെലക്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം തന്നെയാണ് മിഷൻ ഇമ്പോസിബിൾ ദ ഫൈനൽ റെക്കണിങ്. ആൻഡ് എൻ്റെ ആദ്യത്തെ ഒരു മൂവി എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഈ ഒരു ഫ്രാഞ്ചൈസിൽ ആദ്യമായിട്ട് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത് ഫോൾ ഔട്ട് ആയിരുന്നു. അതിനുശേഷം ഡെഡ് റെക്കണിങ്, ഇപ്പോൾ ഫൈനൽ റെക്കണിങ്. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് പടത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ? കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തതുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണുക. ആൻഡ് ഇതിനിടയ്ക്ക് വെച്ച് കുറച്ച് നാൾ എനിക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. എൻ്റെ മാരേജിൻ്റെ തിരക്കുകളിൽ പെട്ട് പോയതുകൊണ്ടാണത്. എന്തായാലും ഇനിയും നിങ്ങളുടെ അടുത്ത് പുതിയ സിനിമകളുടെ അപ്ഡേറ്റ്സുകളായിട്ടും റിവ്യൂസ് ആയിട്ടും എത്തുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ.